നല്ല പ്രതീക്ഷകളാണ്. ഇത്രയും സന്തോഷത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരം എനിക്ക് ഇടുക്കിയിൽ ലഭിച്ചിട്ടില്ല. ഒട്ടേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം പൂർണ്ണമാക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ ജനസഹകരണം തേടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും നേരിടേണ്ടി വന്നത്. എന്നാൽ ഭൂരിപക്ഷ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനീ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് പാർട്ടിയുടെ നിർദ്ദേശാനുസരണവും മുന്നണിയുടെ നിർദ്ദേശാനുസരണവും ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി കട്ടപ്പനയിൽ വെച്ചാണ് പാർട്ടിയുടെ തീരുമാനം എന്ന നിലയിൽ ഇടുക്കി റോഷി തന്നെയായിരിക്കും മത്സരിക്കുന്നതെന്ന് അറിയിച്ചത്. എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം മുന്നണിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്കുള്ള തുടക്കങ്ങൾക്ക് തുടക്കം കുറിക്കും. നമ്മുടെ നാടിൻ്റെ ഓരോ വിഷയങ്ങളും, അടിസ്ഥാന ഭൗതിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഭൂപ്രശ്നങ്ങൾ, ഇതൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കാണുന്ന ഒരു രംഗം, ഈ പോരുന്ന വഴികളിലെല്ലാം ഉള്ളിലേക്ക് കയറിയാണെങ്കിലും ടാറില്ലാത്ത റോഡ് കാണാൻ കഴിയാത്തൊരു സ്ഥിതിയായി. കട്ടപ്പനയിലെ ശേഷിച്ച റോഡുകൾ റിംഗ് റോഡിൻ്റെ ഭാഗമായി BMBC നിലവാരത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ നമ്മുടെ മേഖലയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ ഇടുക്കിയിലെ റോഡുകളൊക്കെ ഒരു പാക്കേജാക്കി തന്നെ നമുക്ക് 8 റോഡുകൾക്ക് ആയിട്ട് BMBC നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് പെർമിഷൻ ലഭിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് 20 കോടി രൂപ കിഫ്ബി ധനസഹായത്തോടു കൂടി ചെയ്യാൻ, ഇതൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ കടം കൊടുക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും ഞാനതിലേക്കൊന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ സന്തോഷത്തോടു കൂടിയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ 5 വർഷം മന്ത്രിയായിരുന്നതിനും കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം. ഞാനതിനൊന്നും തടസ്സമില്ലെന്നേ. ഏത് വികസന പ്രവർത്തനം നടക്കാത്തതെന്നൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ്, അതിന് അസൗകര്യങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. 400 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 100 കുട്ടികൾ അടുത്ത വർഷം പരീക്ഷ എഴുതി പുറത്തിറങ്ങുമ്പോൾ 100 ഡോക്ടർമാർ ഇറങ്ങുക. നടക്കുന്നില്ലായിരിക്കും. 1400 കുട്ടികൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ഏതാണ്ട് 700 ശിഷ്ടം വരുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഉൾപ്പെടെ, അധ്യാപകർക്ക് ആവശ്യമായ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ, ബോയ്സ് ഹോസ്റ്റലിന് 28 കോടി രൂപയുടെ തറക്കല്ലിട്ടത് പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്ന ഉൾപ്പെടെ നടക്കുന്നില്ലായിരിക്കും. കട്ടപ്പനയിൽ കാണുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഷീറ്റിട്ട 2 കെട്ടിടവും ഓടുമഞ്ഞ 2 കെട്ടിടവും ഉണ്ടായിരുന്ന സ്ഥലത്ത് ബഹുനില മന്ദിരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും, നല്ല ഡിഗ്രി കോഴ്സ്, PG കോഴ്സ്, റിസർച്ച് സെൻ്ററുകൾ, ഡിജിറ്റൽ ലൈബ്രറി, ഇതൊക്കെ ഈ നാട്ടിൻ്റെ മാറ്റമാണ്. കഴിഞ്ഞ വർഷം MSc മാത്സിന് 1ാം റാങ്ക് കിട്ടിയ കുട്ടി കട്ടപ്പനക്കാരിയാണ്. നടക്കുന്നില്ലെന്ന് വേണമല്ലോ വിചാരിക്കാൻ. അപ്പോൾ ആ നിലയിൽ ഓരോ കാര്യങ്ങൾ, IHRD കോളേജുകൾ, നഴ്സിംഗ് കോളേജ്, അപ്പോഴൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്? അസൗകര്യങ്ങൾ. ഒരു സ്ഥാപനവും പൂർണ്ണ തോതിൽ പണിത് വെച്ചിട്ടല്ലല്ലോ തുടങ്ങുന്നത്. അവിടെ നമ്മൾ റിസ്ക് ആയിട്ട് എടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും തുടങ്ങി വെച്ചതിന് ശേഷം പൂർത്തീകരിച്ച് കൊണ്ടുവരുന്നതിനുള്ള സാഹസികമായ നിലപാടുകളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. പിന്നെ 12-13 വർഷമായ മെഡിക്കൽ കോളേജിനെ കോട്ടയം, കോഴിക്കോടും തിരുവനന്തപുരത്തും 10, 50, 40 വർഷമായ മെഡിക്കൽ കോളേജിനോടൊപ്പം താതാത്മ്യം ചെയ്യാൻ പറ്റുമോ? എന്നാൽ അടിസ്ഥാന സൗകര്യ രംഗത്ത് കഴിയുന്ന എല്ലാ മാറ്റങ്ങളും വരുത്തിയാണ് നമ്മൾ മുന്നേറുന്നത്. റോഡ് നവീകരണ രംഗത്ത് ഇതുപോലെ മാറ്റം ഉണ്ടായ ഒരു കാലഘട്ടമുണ്ടോ? ഏത് റോഡാണ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഒരു കുഴിയുള്ള റോഡ് ചൂണ്ടിക്കാണിച്ച് പറയണ്ടേ ഇന്ന റോഡിൽ യാത്രാ അസൗകര്യമുണ്ട്? ജനങ്ങൾ അക്സെപ്റ്റബിളാണ്. പിന്നെ പറയുന്നവർ പറഞ്ഞിട്ട് ഞാൻ അതിനൊന്നും വരില്ല. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾക്കെതിര് പറയുക എന്നുള്ളത് എൻ്റെ നയമല്ല. എന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തോട്ടൊരു വാക്കും അവരെക്കുറിച്ച് മോശമായി പറയാനോ ചിത്രീകരിക്കാനോ അത് ഞാനല്ല വിധികളാകണ്ടേ. എന്നെ തിരഞ്ഞെടുക്കുന്ന ജനമാണല്ലോ. കഴിഞ്ഞ 25 വർഷം അവരെന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട സേവനം ചെയ്തോ ഇല്ലയോ എന്ന് അവർ തീരുമാനിക്കട്ടെ. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവരെന്നെ ഉള്ളങ്കൈകളിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ ഹൃദയവികാരത്തോട് ചേർന്ന് നിന്നു. അതാണ് ഇടുക്കിയുടെ വിജയം. അതിനകത്ത് യാതൊരു സംശയം എനിക്കില്ല. സംശയം തിരിക്കുന്നു. അതിനേക്കാൾ 10 മടങ്ങ് നല്ല വിജയം ഉണ്ടാകും. നന്ദിയുള്ളവരാണ്. ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത അതാ. ഇന്നലെ കണ്ടത് എന്താ കാഴ്ച? തോപ്രാംകുടിയിലെ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ, തങ്കമണി യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ തോപ്രാംകുടിയിലെ സമരസമിതിക്കാരനെ വന്ന് സ്വീകരിച്ചു. അവരുടെ കാര്യം നടന്നപ്പോൾ എനിക്കെതിരെ സമരം നടത്തിയവർ, എനിക്കെതിരെ ആക്ഷേപവാക്ക് ചൊരിഞ്ഞവർ എന്നെ വന്ന് കണ്ട് മാലയിട്ട് മുത്തം തന്നു. ഒരു കാര്യം സത്യമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ നിലപാടിനോടൊപ്പം നിൽക്കുന്ന, അതാണ് യഥാർത്ഥ മുഖം. അവർ ചെയ്ത സമരം സത്യമായിരുന്നു, അവരുടെ ആവശ്യം സത്യമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ, എനിക്കെതിരെ പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ എതിരെ ഒന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിച്ചു, ഞാൻ ചെയ്യേണ്ടതാണല്ലോ. എനിക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരെന്നെ കുറ്റപ്പെടുത്തുന്നതാണെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതിനുവേണ്ടി ശ്രമിച്ചു. എനിക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞപ്പം
അവരെന്നെ വന്ന് സ്വീകരിച്ചു. ഇതാ നന്ദിയുള്ളൊരു ഹൃദയം, നന്ദിയുള്ളൊരു ഇടുക്കിയിലെ ആപാലവൃത്തം ജനങ്ങളുടെയും മനസ്സതാണ്. ആ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഞാനും. എല്ലാ ഘട്ടത്തിലും അവരോടൊപ്പം നിന്നതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.